നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പക്ഷേ ഞാൻ തയ്യാറല്ല. ഡോക്ടർ രാഹുൽ എന്നെ കല്യാണം ആലോചിക്കുമ്പോ ഇങ്ങനൊരു ഡിമാൻഡ് വച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. എന്റെ ഏട്ടന് ഇഷ്ടപ്പെട്ട പെണ്ണിനെ തന്നെ ഏട്ടൻ കല്യാണം കഴിക്കും. അതിന്റെ പേരിൽ ഡോക്ടർ രാഹുലിന് എന്നെ വേണ്ടെങ്കിൽ എനിക്കും അയാളെ വേണ്ട. ഇവളിങ്ങനെ വാശി പിടിച്ച ഞങ്ങൾ എന്ത് ചെയ്യും? കല്യാണം തീരുമാനിച്ച കാര്യം ബന്ധുക്കൾക്ക് എല്ലാം അറിയാം. ഒരുക്കങ്ങളൊക്കെ എവിടെ എത്തിയെന്ന് ചോദിച്ച് വേണ്ടപ്പെട്ടവരൊക്കെ വിളിക്കാനും തുടങ്ങി. നിശ്ചയിച്ച കല്യാണം മുടങ്ങിയ ആ പെണ്ണിന്റെ ഭാവി പിന്നെ എന്തായിരിക്കും? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്തായാലും സാവിത്രി വിഷമിക്കണ്ട. ഗോകുല് മഞ്ചാടിയെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചതിന്റെ പേരില് രാഹുൽ ഇന്ദുവിനെ വേണ്ടെന്ന് വെക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞങ്ങൾ ആരും. അത് ഞങ്ങളുടെയും കൂടി ആവശ്യമാണ്. ഞങ്ങൾ നോക്കിക്കോളാം. സാർ വിഷമിക്കുന്നു. അത് വേണ്ട രഘു. പിന്നെ എടുത്തിയാടി ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. നമുക്ക് ഒരു 2 ദിവസം കൂടി വെയിറ്റ് ചെയ്യാം. രാഹുല് അവന്റെ തെറ്റ് മനസ്സിലാക്കി തിരിച്ചു വരുന്ന എൻ്റെ ഒരു പ്രതീക്ഷ. അവന് ചിന്തിക്കാനൊരു മനസ്സുണ്ടെങ്കിൽ അവൻ തിരിച്ചു വരേണ്ടതാ. തൽക്കാലം ഇത് മാഷിനെ അറിയിക്കുകയോ നിങ്ങൾ രാഹുലിനെ കാണുകയോ വേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. അതെ, നാളെ മറിച്ചൊരു സംഭവം ഉണ്ടായ അതിനു മുമ്പ് നടന്നത് എന്താണെന്നുള്ളത് ആരെങ്കിലുമൊക്കെ അറിയണമല്ലോ. അതുകൊണ്ടാണ് നിങ്ങളെ രണ്ടാളെയും വിളിച്ച് ഞങ്ങളിത് പറഞ്ഞത്. നിങ്ങളിത് മനസ്സിൽ വെച്ചാൽ മാത്രം മതി. എത്രയായി? ആരാനു? പ്രതിഭയാ ചേച്ചി. അവളെ കല്യാണം ക്ഷണിക്കാൻ വന്നതാവും. ഓ, ദേ നിന്റെ അമ്മായിയമ്മ വന്നിട്ടുണ്ടല്ലോ. വഴി കാണിച്ചു കൊടുക്കാൻ വന്നതാവും. വാ. വരൂ, പ്രതിഭയുടെ അച്ഛനല്ലേ? അതെ ചേച്ചി. നമസ്കാരം. മോളുടെ കല്യാണം ക്ഷണിക്കാൻ വേണ്ടി വന്നതാ. മാഷല്ലേ മോളെ? അച്ഛൻ പുറത്തു പോയിരിക്കാം അങ്കിൾ. ഇപ്പൊ വരും. അങ്കിൾ അകത്തിരിക്കാം. വാ പ്രതിഭ. അല്ലമ്പുളി, നീ എന്താ ഇങ്ങനെ മിഴിച്ചു നോക്കുന്നേ? നിനക്കും എന്നെ മനസ്സിലായില്ലേ? അല്ല, നിന്റെ അനിയത്തിക്ക് എന്നെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു, അതുകൊണ്ട് ചോദിച്ചതാ. ഞാൻ നിന്റെ അമ്മായിമ്മയായിരുന്നു. ഇപ്പൊ ഞാൻ ആ ബന്ധം വെച്ച് വന്നൊന്നുമല്ല. ഇവർക്ക് വീട് കാണിച്ചു കൊടുക്കാൻ വേണ്ടി വന്നതാ. ആ ഒരു പരിഗണനയെങ്കിലും തരണം. അമ്മ ഇപ്പൊ തമാശയൊക്കെ പറയാൻ തുടങ്ങിയോ? അതല്ല, അമ്മ ഗസ്റ്റിനെ കൊണ്ട് വീട്ടിൽ വന്നാ ഞാൻ അമ്മയെ സ്വീകരിക്കണോ അതേ ഇവരെ സ്വീകരിക്കണോ? നീ സംസാരിക്കാനൊക്കെ പഠിച്ചല്ലോടി. അത് ശരിയാ ആന്റി. ആന്റി ഞങ്ങൾക്ക് അതിഥിയല്ലല്ലോ, ഞങ്ങളുടെ സ്വന്തം ആളല്ലേ. ആന്റി വാ. കേറി വാസുദ. മുറ്റത്ത് നിന്ന് കല്യാണം ക്ഷണിക്കുന്നത് ശരിയല്ലല്ലോ. വന്ന സ്ഥിതിക്ക് അനന്തമാഷം കൂടി ഒന്ന് കണ്ടിട്ട് പോവാം. വാ. ചിരു, വയ്യായികയൊക്കെ തുടങ്ങിയല്ലേ? വയ്യായിക്കയോ? അല്ല, നീ പെട്ടെന്ന് മുഖം തിരിച്ചു പോകുന്നു കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഓക്കാനം വന്നിട്ട് ഓടുകയാണെന്ന്. അല്ല, ചിരു രണ്ടാമതും ഗർഭിണിയാ. ഈ സമയത്ത് പ്രതീക്ഷിക്കാത്ത ആരെങ്കിലും കണ്ടാ പോലും ചില ഗർഭിണികൾക്ക് മനം പുരട്ടലുണ്ടാവും ചിരു. അത് സ്വാഭാവിക. എനിക്ക് മനം പുരട്ടൽ ഓക്കാനൊന്നുമില്ല.
ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ലാത്തോണ്ട് തിരിച്ചു പോകാൻ നോക്കിയതാ. ഓ, സത്യം പറയുന്നവരെ ഭയക്കുന്നത് ഉള്ളില് കള്ളമുള്ളത് കൊണ്ടാ ചീരു. അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടപ്പോ നീ ഗർഭിണിയാണെന്ന് ചോദിച്ചത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഒരു സംഭവമേ ഇല്ലെന്ന് പറഞ്ഞു. എന്നിട്ടിപ്പോ എന്തായി? ഹ. അല്ല, എനിക്ക് മനസ്സിലാവാത്തത് നീ എന്തിനാ ഇത് ഒളിച്ചു വെക്കുന്നെന്നാ. നീ കല്യാണം കഴിഞ്ഞൊരു പെണ്ണല്ലേ? അല്ല, നീ സത്യം പറയുന്നില്ലെന്ന പരാതിയുമായി വിനയൻ എന്റെ വീട്ടിൽ വന്നിരുന്നു. ആ, അല്ല, നിങ്ങൾ കല്യാണം ക്ഷണിക്കാൻ വേണ്ടി വന്നതാണെന്നല്ലേ പറഞ്ഞു? ഇവിടുത്തെ കുറ്റവും കുറവും കണ്ടുപിടിക്കാനാണെങ്കിൽ ഇവരെയും കൂട്ടി വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു ആന്റി. അയ്യോ, ഇവിടുത്തെ കുറ്റവും കുറവും കണ്ടുപിടിച്ചിട്ട് എനിക്കൊന്നും നേടാനില്ല അമ്പിളി. ആനന്ദമാഷ് വന്നാ ഞങ്ങള് കല്യാണം ക്ഷണിച്ചിട്ട് അങ്ങ് പോവും. ചേച്ചി, ഇത് ചേച്ചിക്ക് മുന്നിലുള്ള ഡ്രസ്സാ. നീ വാ പ്രതിഭ, നമുക്ക് മുറിയിലിരിക്കാം. മോളെ, അച്ഛനെ ഒന്ന് വിളിച്ച് ഞങ്ങൾ വന്ന കാര്യം പറയോ? അദ്ദേഹത്തെ കൂടി കണ്ട് പറഞ്ഞു പോകാന്ന് കരുതിയാ. ഞാൻ പറയാം. ഇവിടെ വന്ന് ചേച്ചിയെ കല്യാണത്തിന് ക്ഷണിക്കണമെന്നേ ഞാൻ സുശീലാന്റിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അവര് കൂടെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അത് കുഴപ്പമില്ല പ്രതിഭ. അമ്മ ഈ ഒരു അവസരത്തിന് വേണ്ടിയാ നിന്നെ ഇവിടെ വന്ന് കല്യാണം ക്ഷണിക്കാൻ സമ്മതിച്ചതുപോലും. കുറച്ചൊക്കെ എനിക്ക് അറിയായിരുന്നു, പക്ഷെ ഇത്രയും പ്രതീക്ഷിച്ചില്ല. സത്യനെ കല്യാണം കഴിക്കാതിരുന്നത് നന്നായിന്ന് ഇപ്പൊ തോന്നുന്നില്ലേ? അതിപ്പോ അങ്ങനൊരു ജീവിതമാണ് എനിക്ക് വിധിച്ചിരുന്നെങ്കിൽ ഇതൊക്കെ സഹിച്ചല്ലേ പറ്റൂ ചേച്ചി. അനുചേച്ചി ഇത്രയും കാലം സഹിച്ചത് ഇന്ദ്രേട്ടനുള്ള ഇഷ്ടം കൊണ്ടായിരിക്കില്ലേ? ശരിയാ, പെണ്ണിനെ നിലനിൽക്കണമെങ്കിൽ വിട്ടുവീഴ്ച ചെയ്തേ പറ്റൂന്നുള്ള നിലയായിപ്പോ. പക്ഷെ സത്യൻ ഇന്ദ്രേട്ടന്റെ പോലെയല്ല. അവന്റെ ഭാര്യയെ അവൻ അമ്മയിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യും. എന്റെ പൊന്നനുചേച്ചി, അവിടെ നിന്ന് ഞാൻ വല്ലതൊക്കെ പറഞ്ഞു. ആ സ്ത്രീക്ക് ഒരു മാറ്റമില്ലല്ലോ ചേച്ചി. മാറ്റമില്ലെന്നല്ല, പണ്ടത്തെക്കാൾ വിഷം കൂടിയിരിക്കാം. അച്ഛനെ കണ്ടിട്ടേ പോകുന്ന തോന്നുന്നേ. ഞാൻ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങാൻ നോക്കാം. അയ്യോ, പ്രതിഭ അച്ഛനെ എന്തു പഴച്ചു. ഇനി നിങ്ങൾ പോണോന്ന് പറഞ്ഞാലും സുശീലന്റെ സമ്മതിക്കില്ല. അവര് മനസ്സിൽ വിചാരിച്ചത് നടത്തിയിട്ടേ അവര് പോവുള്ളൂ. നീ വിഷമിക്കണ്ട പ്രതിഭ. ഇന്ദ്രേട്ടന്റെ അമ്മയുടെ സ്വഭാവം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാ. എന്തായാലും അച്ഛൻ വന്ന് കല്യാണം ക്ഷണിച്ചിട്ട് പോയാ മതി നിങ്ങള്. ചിരു, മഞ്ചാടി, അനുചേച്ചിയുടെ കൂടെ നിങ്ങളും കല്യാണത്തിന് വരണം കേട്ടോ. പറ്റിയ വരാം. എന്തായാലും അച്ഛനും അനുചേച്ചിയും വരും. അച്ഛൻ ഇപ്പോഴെങ്ങനെ വരൂ അമ്പിളി? എത്താറായിന്നാ പറഞ്ഞത്. നിങ്ങൾ ചായ കുടിക്കുമ്പോഴേക്കും എന്തായാലും വരും. ആ പിന്നെ നീ ആ പ്രതിഭയെ കൂടി ഇങ്ങോട്ട് വിളിച്ചോ. അവൾ അനുപമയായിട്ട് സംസാരിക്കാവോ? അവക്ക് അനുപമയോട് ഇത്രമാത്രം എന്താ പറയാനുള്ളത്? ആ, അനുപമയ്ക്ക് ചിലപ്പോ പ്രതിഭയോട് പലതും പറയാൻ കാണും. ഞാനേ അവരിങ്ങോട്ട് വിളിക്കാം. ആ, അച്ഛൻ വന്നല്ലോ. അച്ഛൻ നമസ്കാരം മാഷേ. നമസ്കാരം. സുശീലയ്ക്ക് സുഖം തന്നെയല്ലേ? പിന്നെന്താ മാഷേ, എനിക്ക് പരമസുഖ. അതുകൊണ്ടല്ലേ സുധൻ ഇവിടെ കല്യാണം ക്ഷണിക്കാൻ വരണമെന്ന് പറഞ്ഞപ്പോ ഞാൻ കൂടെ വന്നത്. സോന വീട്ടിൽ തന്നെ ഉള്ളത് കൊണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ അവള് നോക്കിക്കോളൂ. അല്ല, 4 മക്കളും ഇപ്പൊ വീട്ടിൽ തന്നെ ഉള്ളത് കൊണ്ട് മാഷിന് ഇപ്പൊ സന്തോഷമാണല്ലോ അല്ലേ? മാഷേ, എന്റെ മോളുടെ കല്യാണം ക്ഷണിക്കാനാണ് ഞാൻ വന്നത്. അമ്പിൾ വിളിച്ചപ്പോ പറഞ്ഞു ബുദ്ധിമുട്ട് ഇത്രയും ദൂരം വരേണ്ടിയിരുന്നില്ല സുധ. ഫോണിൽ വിളിച്ച് പറഞ്ഞാലും മതിയായിരുന്നു. ഞാൻ പറഞ്ഞതാ മാഷേ. പക്ഷേ അനുപമയ്ക്കും കുഞ്ഞിനും പ്രതിഭ ഡ്രസ് വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് ഫോണിലൂടെ കൊടുക്കാൻ പറ്റില്ലല്ലോ. മോളെ, മാഷിന് ഇൻവിറ്റേഷൻ കൊടുത്തിട്ട് അനുഗ്രഹം വാങ്ങിക്കേ.
എല്ലാം മംഗളായിട്ട് തന്നെ നടക്കട്ടെ. അനുചേച്ചിയെ അച്ഛൻ തലേ ദിവസം തന്നെ അയക്കണം. എന്റെ സ്വന്തം ചേച്ചിയുടെ സ്ഥാനത്ത് അനുചേച്ചി കൂടെ ഉണ്ടാവണമെന്ന് എന്റെ ആഗ്രഹം. അതിനെന്താ, അനു അവിടെ ഉണ്ടായിരിക്കും. ഇരിക്കു സുധ. ചായ. സുധന്റെ ബന്ധുക്കളൊക്കെ സുധനെ ഉപേക്ഷിച്ചതുപോലെ മാഷേ. ഇപ്പൊ ഞാനേ ഉള്ളൂ എല്ലാത്തിനും. ആരുമില്ലാത്തവർക്ക് ദൈവം ഉണ്ടാവുമെന്ന് പറയാറില്ലേ സുശീലേ? ഇപ്പോ സുധന്റെയും മകളുടെയും ദൈവം സുശീലയായിരിക്കും. ഓ, മാഷെന്നെ അത്രയ്ക്ക് പൊക്കി വെക്കൊന്നും വേണ്ട. സുധന്റെ ഭാര്യ കിടപ്പിലായതുകൊണ്ടാ ഞാൻ സഹായിക്കാമെന്ന് വെച്ചത്. വേണ്ടപ്പെട്ടവരെയൊക്കെ വീട്ടിൽ പോയി ക്ഷണിക്കാൻ സുശീലയാ കൂടെ വന്നത്. കുടുംബസമേതം കല്യാണത്തിൽ പങ്കെടുക്കണമെങ്കിൽ പെണ്ണുങ്ങൾ കൂടി വീട്ടിൽ പോയി ക്ഷണിക്കണമെന്നാണല്ലോ നാട്ടു നടപ്പ്. ആ, കല്യാണം ക്ഷണിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത്. സച്ചി സാറിന്റെ മകളെ കല്യാണം കഴിക്കാൻ പോകുന്ന ഡോക്ടർ സുധന്റെ അടുത്ത ചങ്ങാതിയാ കേട്ടോ. ഞങ്ങൾ ആ വീട്ടിലും പോയിരുന്നു. അവരുടെ മകന്റെ കല്യാണത്തിന് ഞങ്ങളെ ക്ഷണിച്ചതായിരുന്നു. പക്ഷേ ആ കല്യാണം മുടങ്ങിപ്പോയെന്ന് ഡോക്ടറുടെ അച്ഛൻ സുധനെ വിളിച്ചു പറഞ്ഞു.